ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് HP പ്രിൻ്ററിൽ എങ്ങനെ മഷി നിറയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് മഷി വേണം. അത് പ്രോഡോട്ടിൻ്റെ ആണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഏകദേശം 320 രൂപയായിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടിഷ്യൂ പേപ്പർ വേണം. പിന്നാണെങ്കിൽ ഒരു A4 സൈസ് പേപ്പർ വേണം. പിന്നെ ഒരു 4 സിറിഞ്ച് വേണം. ഈ സിറിഞ്ച് വെച്ചാണ് നമ്മൾ മഷി അതിന് സക്ക് ചെയ്തെടുക്കുന്നത്. അത് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനായി നമുക്ക് നമ്മുടെ പ്രിൻ്ററിൻ്റെ ഫ്രണ്ട് പാനൽ തുറക്കണം. അപ്പോൾ അതിൻ്റെ 2 കാർട്രിഡ്ജുകൾ ഇങ്ങനെ നീങ്ങി വരുന്നത് കാണാം. നമുക്കിപ്പം കളറിലാണ് മഷി നിറയ്ക്കാൻ പോകുന്നത്. അതിനപ്പോൾ റോസ് കളർ ഹെഡ് ഉള്ളതാണ് നമ്മുടെ കളർ കാർട്രിഡ്ജ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ആ സിൽവർ അല്ല, ഗോൾഡ് കളർ വരുന്നിടത്ത് ഒരു പാടോ ഒന്നും വരില്ല. അത് നമ്മൾ പ്രിൻ്റർ പിന്നെ എടുക്കത്തില്ല. അപ്പോൾ നമുക്ക് ആ HP സ്റ്റിക്കർ ആദ്യം ഇളക്കണം. അതിൽ 5 ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിൽ അകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം ഏതൊക്കെ കളർ എവിടേക്കാണ് ഒഴിക്കേണ്ടതെന്ന്. ഈ കളറുകൾ മാറിപ്പോവല്ലേ. പിന്നെ ഒരു മഷി എടുത്ത സിറിഞ്ച് വേറൊരു മഷിക്ക് എടുക്കുകയും ചെയ്യില്ല. പിന്നെ ഇത് നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു തംസ് അപ്പ് തരണം. പിന്നെ നിങ്ങൾക്ക് വിലയേറിയ കമൻറ്റ്സ് വേണം. വീഡിയോ ക്ലാരിറ്റി, സൗണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നാണെങ്കിൽ എൻ്റെ പേര് ഹരികൃഷ്ണൻ VG എന്നാണ്. ചാനലിൻ്റെ പേര് ഹരിജി എന്നിടാൻ കാരണം ഹരികൃഷ്ണനിൽ നിന്ന് ഹരിയും എടുത്തു, VGയുടെ ജിയും എടുത്തു. അങ്ങനെ ഹരിജി കിട്ടി. ടെക് ജി, ഗുരുജി എന്നൊക്കെ പറയുന്ന പോലെ ഹരിജി എന്ന് ഇട്ടതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിലായിട്ട് മഷി എടുക്കാം. പിന്നാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ 4K റെസൊല്യൂഷനിലാണ് ക്ലാരിറ്റി വരുന്നത്. നമ്മുടെ മലയാളത്തിൽ വേറെ ഏതെങ്കിലും ചാനലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ വരുന്നത് 4K റെസൊല്യൂഷൻസ് വരെ കിട്ടുന്നതാണ്. അപ്പം നല്ല വീഡിയോ ക്വാളിറ്റി കാണുമായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സിയാനും മജന്തയും ബ്ലാക്കും സിറിഞ്ചിലെടുക്കുമ്പോൾ ഏകദേശം ഒരേ കളർ പോലൊക്കെ തോന്നും. പക്ഷേ ഈ ബ്ലാക്കിൽ കൊണ്ടുവന്ന് സിയാനിൽ കൊണ്ടുവന്ന് മജന്തയും ഒഴിക്കല്ലേ. അങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് കാർട്രിഡ്ജ് മാറുകയല്ല, വേറെ വഴിയൊന്നും ഇല്ല. കാരണം കളർ മാറുക, പിന്നെ ബ്ലാക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ കളറും കയറി വരും, കളർ പ്രിൻ്റ് എടുക്കുമ്പോൾ ബ്ലാക്കും കയറി വരും. പിന്നെ വലിയ പ്രശ്നമാകും. കാർട്രിഡ്ജിനൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 10-300 രൂപയൊക്കെ ആകും. ഏകദേശം അത്രയും രൂപ വേണ്ടി 4 മഷി വാങ്ങിക്കുക, ഈ 4 കുപ്പി. പിന്നാണെങ്കിൽ നമുക്ക് ഈ 320 രൂപയ്ക്ക് വരുന്നത് 100 ml 4 കളറുകളാണ്. യെല്ലോ, സിയാൻ, മജന്ത, ബ്ലാക്ക്, ഇങ്ങനെ 4 കളറുകളാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല സാധനമാണ്. ഞാനിത് 2-3 മാസം കൊണ്ട് ഉപയോഗിക്കുന്നു ഈ മഷി. പിന്നെ പ്രിൻ്റർ വാങ്ങിച്ചിട്ട് ഒരു വർഷം ഏതാണ്ടാകുന്നു. ഇത് HP ആയതുകൊണ്ട് ഇതുവരെ ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. പിന്നെ എനിക്ക് ബ്ലാക്കിൽ ഓൾറെഡി മഷി ഉണ്ട്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ മഷി ഇച്ചിരി കൂടെ ഒന്ന് നിറയ്ക്കാമെന്ന് വെച്ചതാണ്. ബ്ലാക്കിൽ പിന്നെ നമുക്ക് ഹോൾസ് നോക്കി ഒഴിക്കേണ്ട കാര്യമില്ല. ബ്ലാക്ക് ആയതുകൊണ്ട് എല്ലാം ബ്ലാക്ക് കളറായിരുന്നു. അതുകൊണ്ട് ആ ഹോൾസിലെല്ലാം, എന്നാലും എല്ലാ ഹോൾസിലും ഒഴിക്കണം. ഒരു ഹോളിൽ തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കല്ലേ. എല്ലാം ഒരിടത്തോട്ടാണ് ചെല്ലുന്നത്. എന്നാലും എല്ലായിടും ഒന്ന് അത് നനയണം മഷിയകത്ത്. അപ്പോൾ എല്ലാ ഹോൾസിലും ഒന്ന് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് വരുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. എല്ലാത്തിൻ്റെ മഷി ഒഴിച്ച് കഴിഞ്ഞ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അതിൻ്റെ മണ്ട തുടച്ചിട്ട് സ്റ്റിക്കർ ഒട്ടിക്കാവൂ. അല്ലെങ്കിൽ സ്റ്റിക്കർ അതിൽ ഒട്ടാൻ പാടായിരിക്കും. അത് ഒട്ടാൻ പാടുണ്ടെങ്കിൽ ഒരു ഇൻസുലേഷൻ ടേപ്പോ സെല്ലോ ടേപ്പോ വെച്ച് ഒട്ടിച്ചാലും മതി. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് തുടയ്ക്കുന്നതാണ് നല്ലത്. ഈ ടിഷ്യൂ പേപ്പർ ഇട്ട് അതിൻ്റെ അടിയിലത്തെ മഷി വരുന്നിടം നമുക്ക് തുടയ്ക്കേണ്ട ആവശ്യമുണ്ട്. 2-3 ടിഷ്യൂ പേപ്പർ എടുത്ത് വെക്കണം. ഒത്തിരി പ്രസ് ചെയ്ത് തുറക്കല്ലേ. കാരണം അതിൻ്റെ ആ ഹോൾസിലൊക്കെ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് കയറി ഇരുന്നാൽ പിന്നെ മഷി വരാൻ പാടായിരിക്കും.
പിന്നെ നിങ്ങൾക്ക് ഈ മഷി കട്ടയായിരുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ മറ്റേ നമ്മൾ പനിയൊക്കെ വരുമ്പോൾ ആവി പിടിക്കുന്ന സാധനമില്ലേ, അതിന് അകത്ത് വെക്കല്ല, ആ ആവി വരുന്നത് ഒരു 2-3 മിനിറ്റ് ആവി കൊള്ളിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ മഷി കട്ടയായ പ്രോബ്ലം മാറി കിട്ടും. ഞാനിങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം, ഞാൻ ആദ്യമൊക്കെ പ്രിൻ്റർ വാങ്ങിച്ച കാലത്ത് ഈ മഷി മാറ്റാനൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് അവിടെ മലയാളത്തിലൊരു വീഡിയോ കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മലയാളികൾക്ക് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഈ വീഡിയോ ചെയ്തത്. എനിക്ക് കിട്ടിയ അറിവ് ഞാൻ ഇതിനകത്ത് കൂടെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ കളർ കാർട്രിഡ്ജിൻ്റെ മഷി ഒഴിക്കുമ്പോൾ ഈ 2 ഹോൾസിലും ഒരേപോലെ ഒഴിക്കണം. യെല്ലോ 2 ഒരേപോലെ ഈക്വലായിട്ട് അപ്പുറം ഇപ്പുറം ഒഴിക്കണം, മണ്ടയ്ക്കും താഴെയും. അതേപോലെ മറ്റേ സിയാനും ഒഴിക്കുമ്പോൾ അതേപോലെ ഒഴിക്കണം. മറ്റേ മജന്തയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഹോളേ ഉള്ളൂ, അത് പെട്ടെന്ന് നിറയും. അത് ഒത്തിരി ഓവറായിട്ട് ഒഴിക്കല്ലേ, ഓവറായിട്ട് ഒഴിച്ചാൽ നമ്മൾ ഈ കാർട്രിഡ്ജ് ഇട്ട് കഴിയുമ്പോൾ പ്രിൻ്ററിനകത്ത് ഇങ്ങനെ തുള്ളി വീണുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു ലിമിറ്റ്, ഒരു അളവ് നിങ്ങൾക്ക് അതിനകത്ത് നോക്കുമ്പോൾ മനസ്സിലാകും. ഒരു അത്യാവശ്യം ഒരു നനവ് ആ സ്പോഞ്ച് കാണണം, അത്രേ ഉള്ളൂ. മഷിയെല്ലാം ഒഴിച്ച് നമ്മൾ ആ പ്രിൻ്ററിൻ്റെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് ഈ കളർ പ്രിൻറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഒരു മഴവിൽ കളർ വരണം ഇങ്ങനെ നമ്മൾ പേപ്പറിൽ ഉരയ്ക്കുമ്പോൾ. അതാണ് ഇപ്പോൾ നമുക്ക് റോസേ വരുന്നുള്ളൂ. അതിങ്ങനെ ഉരച്ചരച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു മഴവിൽ കളർ വരും. 2-3-4 കളേഴ്സ് ഒരേപോലെ വരും. ഇപ്പോൾ നമുക്ക് റെഡാണ് കൂടുതലും തോന്നുന്നു. അതിങ്ങനെ പ്ലെയിൻ പേപ്പറല്ലോ വേസ്റ്റ് പേപ്പറോ മതി എല്ലാം ഉരച്ച് മഴവിലിൻ്റെ നിറമാക്കണം. എന്നാണ് ഞാനിപ്പോൾ ചെയ്തതാണ്. ആ തുണിയെ നോക്കി അറിയാം ഒരു മഴവിലിൻ്റെ നിറം വരും ആ കാർട്രിഡ്ജ് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ. അങ്ങനെ ഉരച്ചൊരു മഴവിലിൻ്റെ നിറമായിട്ടേ നമ്മളതിൽ ഇടാവൂ. അല്ലെങ്കിൽ നമ്മുടെ കളറിൻ്റെ പ്രൊപ്പോർഷൻസ് അകത്ത് ഈക്വൽ അല്ല എന്നതിൻ്റെ അർത്ഥം. ഓരോ
റെഡ് ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മഴവില്ലിൻ്റെ നിറം വരണം. കണ്ടോ, ഈ തുണി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മഴവില്ല് നിറം വന്നാലേ ഇതിനകത്ത് ഇടാവൂ. ബ്ലാക്കിന് പിന്നെ കുഴപ്പമില്ല, ബ്ലാക്ക് കളറ് വരും. പിന്നെ ഇത് കട്ടയായാൽ മാത്രം നിങ്ങൾ ഒന്ന് ആവി പിടിക്കുന്ന മെഷീൻ്റെ മണ്ടയ്ക്കോ ആവി വരുന്നിടത്തൊന്ന് ഇച്ചിരി നേരം വെച്ചാൽ മതി. അപ്പോൾ നമ്മളിതെല്ലാം മഷി ഒഴിച്ച് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നാണെങ്കിൽ നമുക്കിപ്പോൾ ഇത് ഇട്ട് നോക്കാം. ആ കറക്റ്റ് കളർ ബ്ലാക്കിൻ്റെ അവിടെ ബ്ലാക്ക് കാർട്രിഡ്ജ് തന്നെ ഇടണം, പിന്നെ കളറിൻ്റെ അവിടെ കളർ കാർട്രിഡ്ജ് ഇടണം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിടേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായി അറിയിക്കുക. പിന്നെ എന്തെങ്കിലും പോരായ്മകൾ, വീഡിയോ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റിക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും പറയണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ബെല്ലൈക്കൻ്റെ കാര്യം കൂടി ഒന്ന് ഓർത്തേക്കണം. പിന്നെ ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ടിൽ ദെൻ ബൈ ബൈ.